എല്ലാവരും ഈ ഓണം വീട്ടിൽ തന്നെ ഇരുന്ന് ആഘോഷിക്കുക. ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ നമ്മൾ അധികം പുറത്തൊന്നും പോകാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഈ ഓണം നല്ലോണം ആഘോഷിക്കുക. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ സദ്യ കൂട്ടത്തിലെ അവസാനത്തെ ഒരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഒരു പായസമാണ്. ചെറുപയർ പരിപ്പ് പ്രഥമൻ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പായസമാണിത്. എനിക്ക് പാൽ പായസത്തിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനത്തെ പ്രഥമനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രഥമൻ കിട്ടും. അപ്പം അധികമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ 300 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഈ പകുതി നല്ലോണം മൂപ്പിച്ചിട്ടിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നല്ലോണം വറുത്തെടുക്കണം. ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കി വന്നിരിക്കുന്നത് കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം വറുത്തെടുക്കണം. പക്ഷേ നമ്മൾ നേരത്തെ വറുത്ത അത്രയും വറുക്കാതെ ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ മാത്രം വറുത്താൽ മതി. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറുപയർ പരിപ്പ് നമുക്ക് കടിക്കാനും കിട്ടും, ബാക്കിയുള്ളത് നല്ലോണം വെന്തിട്ടും കിട്ടും. അപ്പം അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, 2 രീതിയിൽ വറുത്തെടുക്കുന്നത്. ചൂട് തണിയാനായിട്ട് ഈ പ്ലേറ്റിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഉരുക്കിയെടുക്കാം. ഇപ്പൊ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുപയർ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ, കൂടുതൽ വെള്ളം ആവശ്യമില്ല. അപ്പം ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതൊന്നുമല്ല, അത് ഉപ്പാണ്. അപ്പം നമ്മൾ മധുരം ഉള്ളതിലൊക്കെ കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം മാത്രമേ മധുരം ബാലൻസ് ചെയ്യുള്ളൂ. അപ്പം ഇതൊരു 2 വിസിൽ വേവിച്ചെടുക്കാം. ഇപ്പൊ 2 വിസിലൊക്കെ വന്ന് ഇതിൻ്റെ അകത്തുള്ള പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇതിനെ തുറന്നു നോക്കാം. ഇപ്പൊ ചെറുപയർ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഈ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി പരിപ്പിലേക്ക് നമ്മൾ 2ാം പാൽ ചേർത്ത് കൊടുക്കണം. ആദ്യം പ്രഷർ കുക്കറിൽ നല്ലോണം അങ്ങനെ വേവിച്ചെടുക്കില്ല. ബാക്കി ഇനി നമ്മൾ ഈ പാലിലിട്ടിട്ടാണ് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോഴാണ് ഈ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരിക. അപ്പം ഞാനിപ്പോൾ 4 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പാൽ നല്ലോണം കുറുകിയെടുക്കുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന 2ാം പാൽ ഇപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു ഈ ഒരു കൺസിസ്റ്റൻസി ആവാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഈ ശർക്കര പാനി ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം ശർക്കര പാനി ചേർക്കുന്ന മുന്നേ നമ്മൾ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ടോ നോക്കണം. ശർക്കര പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപ്പ് വേവത്തില്ല. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലും ഈ ശർക്കര പാനിയിലും വേണം ഇനി ഈ പരിപ്പ് നല്ലോണം കുറുകിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കര പാനിയും നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ പായസം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ചൂട് തണിയുന്നവരെ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം നമ്മൾ ഈ പായസം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഈ പായസത്തിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. അപ്പോൾ പായസത്തിൻ്റെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിൻ്റെ ചൂട് തണിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവുക. അപ്പം ഞാൻ 2 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഈ പായസം തിളപ്പിക്കില്ല. തിളപ്പിക്കുമ്പം ഈ പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവാൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കായ പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പായസം ഇപ്പോൾ റെഡിയായി. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് കവർ ചെയ്ത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പ്രഥമനിൽ ഈ തേങ്ങാക്കൊത്തുനിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം.
ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 7-8 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ പായസത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പായസം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂടോടെ വേണമെങ്കിലും കുടിക്കാം, പക്ഷേങ്കിൽ ഒന്ന് തണിഞ്ഞു കഴിയുമ്പോഴാണ് ആ പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. ഈ ചെറുപയർ പരിപ്പ് പ്രഥമൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഞാൻ പറഞ്ഞ ചെറിയ 1-2 ട്രിക്സും കൂടി യൂസ് ചെയ്തിട്ട് ഈ പായസം ഉണ്ടാക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും. ഇനി വേറൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.